ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡേബുക്ക ചിദംബരം. അപ്പം ഒന്ന് ഉച്ചയായപ്പോൾ ഊണ് കഴിക്കാൻ വീട്ടിലെത്തിയപ്പോൾ ഈ അഭയ മരത്തിനടുത്തെത്തിയപ്പം കുറച്ച് ഫ്രൂട്ട്സുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പറിക്കാമെന്ന് കരുതി. ഇപ്പോൾ സമയം 2 മണി. നല്ല വെയിലാ. തെക്കേ അമേരിക്കയിലെ ആമസോൺ തടങ്ങളിൽ നിന്നുള്ള ഒരു വിശിഷ്ട ഉഷ്ണമേഖലാ പഴമാണ് അബിയു. സപ്പോട്ട കുടുംബത്തിൽപ്പെട്ട ഈ പഴം കേരളത്തിലെ കാലാവസ്ഥയിൽ വളരെ നന്നായി വളരുകയും ധാരാളം വിളവ് നൽകുകയും ചെയ്യുന്നു. കാഴ്ചയിൽ മുട്ടപ്പഴത്തിനോട് സാമ്യമുള്ള അബിയു പഴുക്കുമ്പോൾ ആകർഷകമായ തിളക്കമുള്ള മഞ്ഞനിറമായി മാറുന്നു. ഇതിന്റെ ഉള്ളിലെ ദശ വെളുത്ത നിറത്തിൽ സുതാര്യമായ ജെല്ലി പോലെയാണ് ഇരിക്കുന്നത്. കരിക്കിൻ വെള്ളത്തിന്റെയും തേനിന്റെയും സമ്മിശ്രമായ ഒരു പ്രത്യേക മധുരമാണ് ഈ പഴത്തിന്റെ പ്രധാന സവിശേഷത. പോഷകഗുണങ്ങളുടെ കാര്യത്തിലും അബിയു മുൻപന്തിയിലാണ്. വിറ്റാമിൻ എ, വിറ്റാമിൻ സി എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ശരീരത്തിന്റെ രോഗപ്രതിരോധശേഷി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. കൂടാതെ ഇതിലടങ്ങിയിരിക്കുന്ന നാരുകൾ ദഹനപ്രക്രിയ സുഗമമാക്കുകയും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. പനി, ചുമ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ പഴം ഒരു മികച്ച ഔഷധമായി ഉപയോഗിക്കാം. ചെറുതാണ്, ഇത് ചെറിയ ടൈപ്പ്. വേറെ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ അതിലും ചെറുതാണ്. പക്ഷേ വേറെ ഒന്നുണ്ട്, അതിൽ നല്ല വലിപ്പമുണ്ടാവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതിന് മുന്നത്തെ ഒരു വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു വലിയ പഴം ഉണ്ടാവുന്നത്. ആ ഒരു മരമാണ് ഇത്. ഇതിൻ്റെ മുകളിൽ ഇത് ഒരുപാട് നല്ല വലുപ്പത്തിലുണ്ടാവും. ഇതിൽ നല്ല ജെല്ലി പോലെ ഭാഗം ഒരുപാടുണ്ടാവും ഇത്. അപ്പോൾ ഇതൊന്ന് പൊളിച്ച് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുണ്ടാവുന്നത് എന്നത്. കത്തിയൊന്നും എടുക്കുന്നില്ല, ഇപ്പം വണ്ടിയിൽ നിർത്തിയപ്പം കണ്ടപ്പം പറിച്ചതാണ്. കണ്ടോ, ഇതാണ് നമ്മൾ കഴിക്കുന്ന ഭാഗം. നല്ല മധുരമുണ്ട്. കുറേ കിളികളൊക്കെ തിന്നുപോയി, എന്നാലും ഇടയ്ക്ക് നമുക്ക് കിട്ടും. നമ്മളെ വീട്ടിലുണ്ടായുള്ള ഗുണതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതേപോലെ കുറച്ച് ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇതിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പറിച്ച് കഴിക്കാവുന്ന രീതിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.